എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ കുടകിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നാംഡോളിംഗ് മൊണാസ്ട്രി എന്ന് പറയുന്ന മൊണാസ്ട്രിയിലേക്കാണ്. അതായത് നമ്മൾ 19നും 18സിനൊക്കെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ യോധ സിനിമ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, നേരിട്ട് നേപ്പാൾ പോകണമെന്നല്ലേ. നേരിട്ട് നേപ്പാൾ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബുദ്ധ സന്യാസ കേന്ദ്രങ്ങളും അവിടുത്തെ പ്രാർത്ഥന രീതികളും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതത്തിൻ്റെ തെക്കൻ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ കൂർഗിന് സമീപമുള്ള ബൈലക്കുപ്പയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മതസ്ഥാപനങ്ങളിലൊന്നായ നാംഡോളിംഗ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്. 1960കളിലെ ചൈനീസ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ടിബറ്റൻ സന്യാസിമാർ ബൈലക്കുപ്പയിലെ കോളനിയിൽ കുടിയേറി ഇവിടെ മഠം സ്ഥാപിച്ചു. ഇന്ന് ഏതാണ്ട് 9,000-ന് മുകളിൽ ബുദ്ധസന്യാസിമാരും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളുമൊക്കെയായി വലിയൊരു സെറ്റിൽമെന്റ് തന്നെയാണ് അവിടെയുള്ളത്. കൂടാതെ ഇവിടെ താമസിക്കുന്നവരുടെ ഭക്ഷണവും വസ്ത്രവും പഠനവും എല്ലാ ചിലവുകളും മഠം തന്നെയാണ് വഹിക്കുന്നത്. ഇവർ പ്രത്യേക രീതിയിലുള്ള പഠനം, ധ്യാനം, പ്രാർത്ഥന, മനോവിദ്യ, വ്യായാമം എന്നിങ്ങനെയുള്ള ജീവിത രീതികളിൽ തുടർന്നു പോരുന്നു. പല ഇന്ത്യക്കാരും വിദേശീയരും പഠനത്തിനായും സന്ദർശനത്തിനായും ആധ്യാത്മികമായ സ്പർശനത്തിനായും മഠത്തിലേക്ക് വരാറുണ്ട്. ഇവിടുത്തെ ഭക്തിമയമായ അന്തരീക്ഷം സന്ദർശകർക്ക് മറ്റൊരു അനുഭൂതി നൽകുന്നതാണ്. (1963) ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന പെനോർ റിംപോച്ചെ എന്ന മഹത്തായ ഗുരുവാണ് ഇതിന്റെ സ്ഥാപകൻ. (80 ഏക്കറിലധികം വിസ്തീർണമുള്ള ഭൂപ്രകൃതിയിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ ചൈനീസ് അധിനിവേശത്തിന് ശേഷം 1000-ലധികം സന്യാസിമാരാണ് ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തിയത്. ഇന്ത്യക്കാരവർക്ക് സുരക്ഷയും താമസ സൗകര്യവും നൽകി. കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബൈലക്കുപ്പയിൽ പ്രത്യേക ടിബറ്റൻ കുടിയേറ്റ കേന്ദ്രവും അങ്ങനെ രൂപം കൊണ്ടു. ആദ്യം ഇതൊരു ചെറിയ ആശ്രമമായിരുന്നെങ്കിലും ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധമത ആശ്രമങ്ങളിലൊന്നായി ഇത് വളർന്നിരിക്കുന്നു. കണ്ണിൽ പതിയുന്ന ആദ്യത്തെ പ്രധാന ഘടകങ്ങളിലൊന്ന് ടിബറ്റൻ ശൈലിയിൽ പണിതിട്ടുള്ള വിഹാരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മഹത്തായ ഭവന നിർമ്മാണ രീതി തന്നെയാണ്. മറ്റൊന്ന് ഇവിടുത്തെ കാലാവസ്ഥയാണ്. കൂർഗ് ജില്ലയിലെ ഏറ്റവും തണുത്ത സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ബൈലക്കുപ്പ. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൻ്റെ തണുത്ത അന്തരീക്ഷത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. സദാസമയവും ബുദ്ധസന്യാസിമാർ പ്രാർത്ഥനയിലും അവരുടെ മതപരമായ കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പുരാതനമായൊരു ഭീമാകാരൻ മണി ഈ ഒരു ആശ്രമത്തിന് മുമ്പിൽ നൂലുകൾ കൊണ്ട് കെട്ടി ബന്ധിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കണം. നിലവിലിപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. സഞ്ചാരികളൊക്കെ അതിനു മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിറവും കൂടാതെ നീല, ചുവപ്പ്, വെള്ള എന്നിങ്ങനെയുള്ള നിറങ്ങളാണ് ഈ ഒരു ടിബറ്റൻ ആർക്കിടെക്ചർ ശൈലിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ സന്യാസിമാർക്കും അവരവരുടെ കൃത്യമായ ജോലികൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
വെറും ഒരു അരമണിക്കൂർ മാത്രം ഈ ഒരു ആശ്രമത്തിൽ സ്പെൻഡ് ചെയ്ത എനിക്ക് ലഭിച്ച സമാധാനം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ലൈഫ് ലോങ് ഈ ഒരു ആശ്രമത്തിൽ ജീവിക്കുന്ന ഈ സന്യാസിമാരുടെയും അവരുടെ കുട്ടികളുടെയും ആ ഒരു ലൈഫ് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരു മതം എങ്ങനെ ആയിരിക്കണമെന്ന് അവർ നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നു. കാരണം ആരോടും പരിഭവമില്ല, പിണക്കമില്ല, സദാസമയവും പ്രാർത്ഥനയും ധ്യാനവും കൊണ്ട് മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതം. ബുദ്ധ ദർശനത്തിൻ്റെയും ലാമ പാരമ്പര്യത്തിനെക്കുറിച്ചും വിവിധ പഠനങ്ങൾ ഇവിടെ നടക്കുന്നു. ആശ്രമത്തിൻ്റെ സന്ദർശന സമയം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. സന്ദർശനം തികച്ചും സൗജന്യമാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകൾ നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ ഒരു ആശ്രമം സ്വീകരിക്കുന്നതുമാണ്. പൂന്തോട്ടങ്ങളെല്ലാം വളരെ വൃത്തിയായി തന്നെ പരിചരിക്കുന്നു. ആശ്രമത്തിൻ്റെ ടിബറ്റൻ ആർക്കിടെക്ചർ ഭംഗി നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കുശാൽ നഗറും മൈസൂരുമാണ് തൊട്ടടുത്തുള്ള 2 നഗരങ്ങൾ. ഇവിടെയാണ് പ്രധാന പ്രാർത്ഥനകൾ നടക്കുന്ന ഇടം. പ്രതിദിനം നടക്കുന്ന പ്രാർത്ഥനകൾ ടിബറ്റൻ രീതിയിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള മന്ത്രോച്ചാരണ സംഗീതങ്ങൾ, ഇവയൊക്കെ സഞ്ചാരികൾക്ക് അതിമനോഹരമായിട്ടുള്ള അനുഭൂതിയാണ് നൽകുന്നത്. അല്പനേരം പ്രാർത്ഥനയൊക്കെ കണ്ട് വളരെ ശാന്തമായി അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു ലോകത്ത് ചെന്നതുപോലെ നമുക്ക് തോന്നും.
എത്ര സിമ്പിളായിട്ടാണ് അവർ നമ്മളോട് ഇടപഴകുന്നത്. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ അവർ നമുക്ക് വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു കേട്ടോ. മൊണാസ്ട്രിയിലെ ചുവർച്ചിത്രങ്ങൾ മറ്റൊരു വലിയ ആകർഷണങ്ങളിലൊന്നാണ്. ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ പൈതൃക കലാരൂപങ്ങളായ ഇവ ധാർമ്മിക ഉപദേശങ്ങളുടെ ദൃശ്യരൂപങ്ങളാണ്. ഈ ചുവർച്ചിത്രങ്ങളുടെ ഭംഗി ക്യാമറയിൽ എത്രത്തോളം നിങ്ങളെ അത് കാണിച്ച് മനസ്സിലാക്കി തരാൻ സാധിക്കും എന്നെനിക്കറിയില്ല. ഏതായാലും ജീവിതത്തിൽ ആദ്യമായി ഒരു ബുദ്ധവിഹാര കേന്ദ്രം നേരിട്ട് സന്ദർശിക്കാനും അവരുടെ ജീവിതശൈലിയും അവരുടെ പ്രാർത്ഥനാ രീതികളും അവരുടെ ആ ഒരു കംപ്ലീറ്റ് ടിബറ്റൻ ആർക്കിടെക്ചറിലുള്ള ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ അടുത്ത യാത്രയിൽ കർണാടകയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈലക്കുപ്പയിലെ നാംഡോളിംഗ് മൊണാസ്ട്രി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പോകാത്തവരാണെന്നുണ്ടെങ്കിൽ അടുത്ത യാത്രയിൽ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തുക. ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ബൈ.